നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് സ്കീമിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ ടാക്സിലൊക്കെ എന്തെങ്കിലും എക്സംഷൻ കിട്ടണമെങ്കിലൊക്കെ നമുക്ക് DPIIT രജിസ്ട്രേഷൻ നിർബന്ധമാണ്. DPIIT സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണിത്. സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ കഴിഞ്ഞു, നമ്മൾ DPIIT അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെന്ന് കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമ്മൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ NSWS, അതായത് നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം, ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യപ്പെടുകയും, നമ്മൾ NSWS ഒരു ഗവൺമെൻറ് പ്ലാറ്റ്ഫോമാണ്, ഇതൊരു സിംഗിൾ പ്ലേസ് ആണ്. നമുക്ക് മൾട്ടിപ്പിൾ അപ്രൂവൽസും മൾട്ടിപ്പിൾ സർവീസസും നമ്മളെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ NSWSലും അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോർട്ടലിലും അപ്ലൈ ചെയ്യണം. നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ NSWSൻ്റെ അക്കൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ആയിക്കോളും. അതിന് ശേഷമാണ് നമ്മൾ DPIIT റെക്കഗ്നീഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്.